ശ്രമത്തിന് ഒരുക്കുകയാണ്. എല്ലാവരിലും ആശ്ചര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. മത്സരാർത്ഥികൾ ബുദ്ധി കൊണ്ടുള്ള ഈ പോരാട്ടത്തിന് തയ്യാറാവുമ്പോൾ മിന്നുന്ന പ്രദർശനം കൊണ്ട് അവർ നമ്മളെ വിസ്മയിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇരിക്കാം. സംസാരിച്ചുള്ള ശബ്ദം കളയല്ലേ? കുറച്ച് ദിവസം സംസാരിക്കാനുള്ളതാണ്. ഇതേ വന്നത് സന്തോഷമായ ആൾക്കാർക്ക് ആണോ? കുറച്ചു പേർക്ക് സങ്കടം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അങ്ങനെയാണല്ലോ, രണ്ടും കൂടെ ചേരുമ്പോഴാണല്ലോ ഒരു അല്ലേ? ഇപ്പൊ സങ്കടം സന്തോഷമാവട്ടെ, സന്തോഷം സങ്കടമാവട്ടെ. എന്തായാലും നമുക്കൊരു ചെറിയൊരു ഗെയിം കളിക്കാം അല്ലേ? ജനറൽ നോളജ് അല്ലെങ്കിൽ ചില തമാശ ചോദ്യങ്ങളാണ് ചോദിക്കാം. ആദ്യം പവർ ടീമിനോട് തന്നെ ചോദിക്കാം അല്ലേ? ഈ ചോദ്യത്തിന് വേറെ ആൾക്കാർ ഉത്തരം പറഞ്ഞാൽ അവർക്ക് പോയിന്റ് പോകും. ആദ്യം പവർ ടീമിനോട് ചോദിക്കാം. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ലൈറ്റ് ആയിട്ടുള്ള വേണോ സ്ട്രോങ് ആയിട്ടുള്ള വേണോ? സ്ട്രോങ് ആയിട്ടുള്ള കഴിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടിയാണ്. എവറസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏതായിരുന്നു ഏറ്റവും വലിയ കൊടുമുടി? ഏതാ? ഓക്കെ, ഗുഡ്. അടുത്ത ഏതാണ്? 10. 3 പേരേ ഉള്ളോ? നിതീഷ് അവിടെ നിന്ന് മാറിയിരിക്കും. കാര്യം അയാൾ ചോദിക്കും എന്താണ് ആൻസർ എന്നൊക്കെ ജിൻഡോ ചോദിക്കും. നമ്മുടെ കലണ്ടറില്ലേ, കലണ്ടർ, ആ കലണ്ടർ എപ്പോഴും വരുന്ന ഒരു അസുഖമുണ്ട്. അതെന്താണ്? കലണ്ടറിന് എപ്പോഴും വരുന്ന അസുഖം ഏതാണ്? പറയാൻ പറ്റുന്നില്ല? വേറെ ആർക്കെങ്കിലും പറയാം? ആ, വീക്ക് അല്ലെങ്കിൽ മന്ത് ആണോ? ഓക്കെ, മന്ത് കറക്റ്റ്. അതാണ് പറഞ്ഞത്. ഇത് ഒരു ഫൺ ചോദ്യം കൂടാണ്. നല്ല മിടുക്കായിട്ട് പറഞ്ഞു. അടുത്ത ടീം ഏതാണ്? നെക്സ്റ്റ്. ഇന്ത്യയിൽ എത്ര വ്യത്യസ്ത ഭാഷകൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു? മാതൃഭാഷകളെല്ലാം ഔദ്യോഗിക ഭാഷയായിട്ടല്ല വരുക. അത് ചോദിക്കുകയാണെങ്കിൽ ഇത് നാളെ പറയത്തുള്ളൂ. അപ്പൊ അത് അറിയില്ല അല്ലേ? ഒന്നാ. ശരി, വേറെ ആർക്കെങ്കിലും പറയാം? ഓക്കെ, നോറ. 22. നല്ല ആൻസർ, വെരി ഗുഡ് ആൻസർ. അടുത്ത കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇന്റലിജന്റ് എന്നല്ല, യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഏതാണ്? നോറ ആ ടീമിലുള്ളതാണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. കഥകളി. ഇരിക്കാം. ശരിയല്ലാത്തോണ്ടാണ് ഇരിക്കാൻ പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും പറയാം? നിങ്ങൾ തൃശ്ശൂർ വരുന്ന ആൾക്കാരാണ് അല്ലേ? ശ്രീരേഖ. ഇരിക്കാം. ആ, പറഞ്ഞോളൂ. മോഹിനിയാട്ടമാണ്. ഇരുന്നോളൂ. ഒരു ആട്ടമാണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കൂടിയാട്ടമാണ്. ഓക്കെ, ക്യാപ്റ്റനോട് ചോദ്യം ചോദിക്കാം. അയ്യോ, മലയാളത്തിലേ പറയുള്ളൂ, തമിഴിൽ പറയാൻ അറിഞ്ഞൂടെ എനിക്ക്. പറയാ. ജോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ എന്ന് പറഞ്ഞാൽ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. അവരാരൊക്കെയാണ്? 2 പെൺകുട്ടികളോ? വേറെ ആൾക്കാർക്ക് അറിയാമെങ്കിൽ പറയല്ലേ പ്ലീസ്. 2 പെൺകുട്ടികൾ ആരാണ്? ഈ സാധനങ്ങളാണോ പെൺകുട്ടികൾ എന്ന് പറയുന്നത്? ശരി, വേറെ ആർക്കെങ്കിലും അറിയാം? ബിന്ദു, രേഖ. യെസ്. ആരാ അതെന്ന് ചോദിക്കുന്നു. ബിന്ദു, രേഖ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക? പോയിന്റ് ഇല്ലേ? പോയിന്റ് ബിന്ദു, രേഖ. ശരി, അടുത്ത പവർ ടീമിന് ചോദിക്കാം. ഖാദർ മാഷ് കുളിമുറിയിൽ കയറി വാതിലടച്ചു. പക്ഷെ തോർത്ത് പുറത്തായിരുന്നു. എന്നിട്ടും അയാൾ പരസഹായം കൂടാതെ കുളിച്ച് തോർത്തിപ്പോന്നു. എങ്ങനെ? ഓക്കെ. അടുത്തത് മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയുന്നത് ആര്? JC ഡാനിയൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. യെസ്, കർണാടക. അടുത്തത് ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം? ഓക്കെ, തരട്ടെ? പറയാം. 10-ന് മുൻപ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? 10-ന് മുൻപ് അറിയില്ല. ആ, ക്യാപ്റ്റൻ, 10-ന് മുമ്പ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്?
ഓക്കെ, പവർ ടീം അറിയില്ല. അറിയില്ല. ആർക്കെങ്കിലും പറയാം? അടുത്ത നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അവാർഡ് ഏതാണ്? ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. യെസ്. അടുത്ത ടീം റെഡിയാണോ? ചോക്ലേറ്റിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? എല്ലാരും ചോക്ലേറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്. അറിയില്ല. ജിന്റെ എന്താ പറഞ്ഞ കേക്കട്ടെ? ധൈര്യമായിട്ട് പറ, ചിലപ്പോ ശരിയായില്ലായിരിക്കും. പഞ്ചാബാണെന്ന് വെച്ചാൽ പഞ്ചാബാ? ആർക്കെങ്കിലും അറിയാം? സ്വിറ്റ്സർലാൻഡ്. യെസ്, സ്വിറ്റ്സർലാൻഡ്. ഷിജോന്റെ ടീമാണോ? നെക്സ്റ്റ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനെയാണ് ഫ്രൂട്ട് ബോൾ എന്ന് വിളിക്കുന്നത്? ആന്ധ്രാപ്രദേശ്. അല്ല അല്ല, വേറെ അടുത്ത ടീം ആർക്കെങ്കിലും പറയാം? അറിയില്ല. എന്തെങ്കിലും പറ, ഒരു സ്റ്റേറ്റ് പറ. ചിലപ്പോ ശരിയായില്ല. തൃശ്ശൂർ എന്ന് പറയരുത്. ഏതാ ശരിക്കും? എന്റെ ആൻസർ ഹിമാചൽ പ്രദേശ് ആണ്. ക്യാപ്റ്റൻ, 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അതിലൊരു ബക്കറ്റിന് ദ്വാരമുള്ളതാണ്. ഓട്ട. എന്നാൽ ഓട്ടയുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല. കാരണം എന്താണ്? അതില് വെള്ളം ഉണ്ടാവുന്നതാണ്. അത് തറയിൽ വെച്ചിരിക്കുന്നത് കൊണ്ടോ? ശരി. നോറ? വെള്ളം മുണ്ടാണത്. ശരി, കറക്റ്റ്. സാർ ഇതെല്ലാം അറിഞ്ഞിട്ട് വന്ന പെണ്ണ, എല്ലാ കുസൃതി അറിഞ്ഞിട്ടുണ്ട്. ശരി, അടുത്ത് രശ്മിൻ ഉറങ്ങാണോ? ഇല്ല, ഞങ്ങളിവിടെ ഉണ്ട്. ആ, ശരി. എന്നാ രശ്മിൻ പറയൂ, ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം. എല്ലാരും ഇന്റർനെറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാരല്ലേ? അറിയില്ല സർ. അറിയില്ല. ശരി, ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടോ? 1990. അത് എണീറ്റ് പോലും പറയാതെ അവിടെ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ ആരാണ്? അപ്സര. ശരി, അവിടെ നിന്ന് അഡ്ജസ്റ്റ് 1990 ശരിയാവുന്നെങ്കിൽ ശരിയായിക്കോട്ടെ എന്നുള്ള രീതിയിൽ. 1995 ഞാൻ ജനിച്ച വർഷം. അത് പറഞ്ഞാൽ പോരായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ റശ്മിന്റെ അടുത്ത് ചോദിച്ചത്. റശ്മിന്റെ 1995 ആണ് ജനിച്ചത്, ഞങ്ങൾക്കറിയാം. കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? കുറച്ചുകൂടെ കുറയ്ക്കുന്നോ? എത്ര? 8. അതാണോ കുറച്ചുകൂടെ കുറയ്ക്കാൻ പറയുന്നത്? കുറച്ചാണോ? എന്റെ ആൻസർ 5 ആണ്. 5. അടുത്ത ആരാ? ശരി, അതൊരു പെട്ടെന്ന് പറയണം. വേഗത്തിൽ 1-ാമൻ, പേരിൽ 2-ാമൻ, സ്ഥാനത്തിൽ 3-ാമൻ ആരാണെന്ന് പറയാമോ? ഇതില്ലേ ക്ലോക്കിലെ സൂചി. സെക്കൻഡ് സൂചി. ഓക്കെ. ശരി, പവർ ടീം ആരുടെ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കൂ. ഏത് ടീമിനോടാ ചോദിക്കുന്ന? ടീം ഡെന്നിന്റെ അടുത്ത്. ആ, എന്താണ്? 25 കോഴിയെ ഒറ്റ അക്കമായിട്ട് ഉത്തരം അറിയണം. 5 കൂടുകൾ അല്ല, എത്ര കൂടുകളിൽ നമുക്ക് കൃത്യമായിട്ട് ഇടാൻ പറ്റും? ഒറ്റ അക്കം വരണം. 25 കോഴി ഒറ്റ സംഖ്യയായിട്ട്. ഞാൻ ഇവരോട് ചോദിച്ചു ആർക്കും ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ആൻസർ ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് കപ്പായിട്ട് കൊണ്ട് പോകുമ്പോ സ്റ്റേജിൽ ഒന്ന് പറയാമോ? സാർ അതിപ്പോ എന്തായാലും അല്ലെ ഒരു കാര്യം ചെയ്യൂ, ജിന്റെ പറയാതിരുന്നാ മതി. ഞാൻ പറയണില്ല. 25 കോഴിനെ 6 കൂട്ടിൽ ഒറ്റ സംഖ്യയായിട്ട് വരുത്താനാ നോക്കി. നിങ്ങൾ വരുത്താൻ നോക്ക്. നിങ്ങൾ മൊത്തം ഈ 100 ദിവസം നിങ്ങൾക്ക് തരാം. നിങ്ങൾ വരുത്ത്. 25 കോഴിയെ 6 കൂട്ടില് ഒറ്റ സംഖ്യയായിട്ട് വരുത്തണം. സാർ അതാണ് ചോദ്യം. അതായത് കേരള ജനങ്ങളോട് പറയണത്, അവരും വരുത്തട്ടെ. ജിന്റെയൊക്കെ എന്റെ ആൻസർ അറിയാം. എനിക്കറിയാം ആൻസർ. അറിയാം. ഞാൻ പറയില്ല. അത് പറ്റില്ല. ടീമിനെ വിജയിപ്പിക്കണം സാർ. അല്ല, താല്പര്യമില്ല ടീമിനെ ജയിപ്പിക്കാൻ. ടീമിനെ വിജയിപ്പിക്കണ്ട സാർ. ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആൻസറാ, അങ്ങനെ വെറുതെ കൊടുക്കാനുള്ളതല്ല. വേറെ ആർക്കെങ്കിലും അറിയാം? അപ്പൊ ജിന്റെ ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കാം അവരോട്, മറ്റേ ടീമിനോട്. ഒരു ചോദ്യം കൂടെ കേൾക്കട്ടെ നിങ്ങള്. ഞാൻ ചോദിക്കട്ടെ? ഒരു മിനിറ്റ്. ജിൻഡോയ്ക്ക് ചോദിക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണ്. ജിൻഡോ ഒരു എളുപ്പം ചോദിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത ടീമിലേക്ക് മാറ്റും. അല്ല, നിങ്ങൾ തന്നെ ചോദിച്ചോളൂ. ജിൻഡോ തന്നെ ചോദിക്കണമെന്നില്ല. ആ ടീമിൽ ആർക്ക് വേണം കറണ്ട് പ്രസിഡന്റ് ആരാ? ശ്രീമതി ദ്രൗപദി പറഞ്ഞു. എന്താണ് നന്ദനയ്ക്ക് ചോദിക്കാനുള്ളത്? ചോദിക്കട്ടെ? ആ, ആരോടാ? പവർ ടീമിനോട് തന്നെ ചോദിച്ചോളൂ. പവർ ടീമിനോട്. ജഡ്ജിയുടെ മകൻ പോലീസ്, പോലീസിന്റെ അച്ഛൻ SI. അപ്പൊ ഈ ജഡ്ജി ആരാ? അമ്മ. 5 പോയിന്റ്. മോയെ അവർക്ക് പോട്ടെ. അല്ല, സാധനം ലലക കട്ടിയതോ.
ഋഷി നിനക്ക് ചോദ്യങ്ങളൊന്നുമില്ലേ? ആ ഉണ്ട്. ആർക്കാ ചോദിക്കുന്നത്? ഞാന് നെസ്റ്റിനോട് ചോദിക്കാം. ഇത് ഒരു മരുഭൂമി കൂടി കുസൃതി ചോദ്യം. ഒരു മരുഭൂമി കൂടി ഒരാൾ തുണിയില്ലാതെ ഒരു കോഴി പിടിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര വിശപ്പ്, വിശന്ന് ചാവാനായി. പക്ഷെ അങ്ങനെ വെജിറ്റേറിയനാണ്. അപ്പൊ അങ്ങനെ എന്ത് കഴിക്കും? കോഴിമുട്ട. കയ്യിലൊരു കോഴിയുണ്ട്, ഇപ്പുറത്തെ കയ്യിലൊരു ചുറ്റികയുണ്ട്. ആൾക്ക് തുണിയില്ല, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങേര് നോൺ വെജ് കഴിക്കാറില്ല, വെജ് കഴിക്കും. ചാവാനായി, ഫുഡ് വേണം. കഴിച്ച ഫുഡ് അങ്ങനെയില്ല, ചത്താലും നോൺ വെജ് കഴിക്കത്തില്ല. കോഴി, വെജ് കോഴിയായിരിക്കും. കൊള്ളാം, നല്ല. അതല്ല, മരുഭൂമി. അവിടെ കാണുമല്ലോ. അവിടെ എന്തെങ്കിലും വെജിറ്റബിൾ കാണുമായിരിക്കും. അവിടെ മരുഭൂമിക്കകത്ത് എന്തോ വെജിറ്റബിൾ. മരുഭൂമിയിൽ അവിടെ വഴുതനങ്ങ വിളഞ്ഞു കിടപ്പുണ്ട്. ഇല്ല, തോറ്റ കോഴി ഡ്രസ്സില്ല, ഡ്രസ്സും ഇല്ല. പെട്ടെന്നോട്ടെ, ഡ്രസ്സില്ലാതെ നടക്കണ എന്തിനാണ്? ഭയങ്കര ചൂടല്ലേ ലാസ്റ്റ്. അറിയില്ല. അല്ല, വേറെ ആൾക്ക് കൊടുക്കും. വേറെ ആർക്കെങ്കിലും പറയാം. ഞാൻ പറയട്ടെ, ഉറപ്പാണോ? കിട്ടിയില്ല. ഇല്ല. കോഴി ഇടിച്ചിടിച്ച് പരിപ്പാക്കിട്ട് പരിപ്പെടുത്ത് കഴിക്കും. ഇടിച്ച് പരിപ്പാക്ക അവനെ അല്ലേ? അതാണ് ഇവിടേക്ക് ഒരു ചെറിയ ബ്രേക്ക്. പവർ ടീമിലുള്ള ആൾക്കാരുടെ എന്താണ് ശരിയാ ഇതിനെ കുറിച്ച്? പവർ ടീമിന്റെ എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്യുന്ന